തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപം എന്ന് പറഞ്ഞ് തട്ടിപ്പ്. 57കാരി അറസ്റ്റിൽ. ഭർത്താവിനും മരുമക്കൾക്കും അപകടം വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി വീട്ടമ്മയുടെ സ്വർണവും പണവും കവർന്ന സ്ത്രീയെ ഏനാത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളിക്കൽ ആനേടി സ്വദേശിനിയായ 57 വയസ്സുള്ള തുളസിയാണ് തട്ടിപ്പ് കേസിൽ കുടുങ്ങിയത്. ഏനാത്ത് കടമ്പനാട് വടക്ക് സ്വദേശിനി 74കാരി ലീലാമ്മയെ കബളിപ്പിച്ചാണ് തുളസി പണവും ആഭരണങ്ങളും കൈക്കലാക്കിയത്. ഓഗസ്റ്റ് 10 രാവിലെ 9:30 ലീലാമ്മയുടെ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. താൻ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിരൂപമാണെന്ന് പറഞ്ഞ ഇവർ ലീലാമ്മയുടെ ഭർത്താവിനും മരുമക്കൾക്കും ആപത്ത് സംഭവിക്കുമെന്നും അത് ഒഴിവാക്കാൻ വഴിപാടുകൾ നടത്തണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തി. ആപത്ത് ഒഴിവാക്കാൻ 51 പേർക്ക് ഊണ് നൽകണമെന്ന് പറഞ്ഞ് ആദ്യം 5000 രൂപ വാങ്ങി. പണം അലമാരയിലുണ്ടെന്ന് ദീർഘദൃഷ്ടിയിലൂടെ കണ്ടെന്ന് പറഞ്ഞ് ലീലാമ്മയെ അത്ഭുതപ്പെടുത്തി. തുടർന്ന് ഈ തുക കൊണ്ട് ആപത്ത് മാറില്ലെന്ന് പറഞ്ഞ് കൊന്ത ഉയർത്തി പ്രാർത്ഥനകൾ നടത്തി ലീലാമ്മയെ ഭയപ്പെടുത്തി. ശേഷം കയ്യിലുണ്ടായിരുന്ന 1.25 പവൻ സ്വർണ്ണവള, 1/2 പവൻ വീതമുള്ള 3 സ്വർണ്ണമോതിരങ്ങൾ, 2 ഗ്രാം സ്വർണ്ണ കോയിൻ എന്നിവയുൾപ്പെടെ ആകെ 3 പവൻ സ്വർണ്ണാഭരണങ്ങൾ പ്രതിക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടു. പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച തിരികെ നൽകാമെന്ന് പറഞ്ഞ് പ്രതി സ്വർണവുമായി കടന്നുകളഞ്ഞു. സംഭവം നടന്ന വൈകുന്നേരം തന്നെ ലീലാമ്മ ഏനാത്ത് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ മണിക്കൂറുകൾക്കകം വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 2,15,000 രൂപയുടെ നഷ്ടമാണ് ലീലാമ്മയ്ക്കുണ്ടായത്. തുളസിയുടെ കൈവശമുണ്ടായിരുന്ന സ്വർണം പോലീസ് കണ്ടെത്തുകയും ബാങ്ക് അപ്രൈസറെ കൊണ്ട് പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ A. അനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന Certificate in Fire and Safety and Industrial Fire and Safety Management, JIFSA.